ദി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. വികസനമാണല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അതേസമയം ആരുടെ പക്ഷത്തു നിന്നുള്ള വികസനം എന്ന ചോദ്യവും സജീവമായി ഉയർന്നു വരുന്നുണ്ട്. ദളിത് ആദിവാസി പക്ഷത്ത് നിന്ന്, സ്ത്രീ പക്ഷത്ത് നിന്ന്, പരിസ്ഥിതി പക്ഷത്ത് നിന്ന് എല്ലാമുള്ള മാനിഫെസ്റ്റോകൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം കേരളത്തിലെ നിരവധി സാമൂഹ്യ പ്രവർത്തകർ ചേർന്ന് ഒരു ജനകീയ മാനിഫെസ്റ്റോയ്ക്കും രൂപം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രകാശന ചടങ്ങിൽ സാമൂഹ്യ പ്രവർത്തകനായ എൻ സുബ്രഹ്മണ്യൻ നടത്തിയ പ്രഭാഷണമാണ് ഇക്കുറി ക്രിട്ടിക്കൽ അവതരിപ്പിക്കുന്നത്. ഏവർക്കും സ്വാഗതം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ മുൻകൈയിൽ പലതരം മാനിഫെസ്റ്റോകൾ എന്നുള്ളത് വളരെ പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ സാധാരണഗതിയിൽ മാനിഫെസ്റ്റോയുമായി ബന്ധപ്പെട്ട് ചില സംഘടനകളുടെ പ്രതിനിധികളെ ക്ഷണിക്കുകയും അവർ നിവേദനം കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഉപരിയായി സവിശേഷമായ മേഖലകൾ കേന്ദ്രീകരിച്ച് സമഗ്രമായിട്ടുള്ള നിർദ്ദേശങ്ങളും പൊതുവായിട്ടുള്ള നിർദ്ദേശങ്ങളും ജനങ്ങൾ തന്നെ ഉയർത്തിക്കൊണ്ടുവരികയും ഇത്തരത്തിലുള്ള ഒരു വേദിയിൽ വെച്ച് അത് പ്രകാശനം ചെയ്യപ്പെടുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരള ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരു പുതിയ കാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ മാനിഫെസ്റ്റോ പല തരത്തിലുള്ള ചർച്ചകൾക്ക് ശേഷം രൂപം കൊണ്ട ഒന്നാണ് കേരളത്തിന്റെ പുരോഗതിക്കായി ഒരു ജനകീയ മാനിഫെസ്റ്റോ എന്നത്. സാധാരണ പുരോഗതി എന്നുള്ള പദം നാം ഇപ്പോൾ കൈവിട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു പദമാണ്. പുരോഗതി എന്നുള്ള പദത്തിന് പകരം നാം ഇപ്പോൾ സാധാരണ ഉപയോഗിക്കുന്നത് വികസനം എന്നുള്ള ഒരു പദമാണ്. നിരന്തരമായി ഗവൺമെന്റുകളിൽ നിന്നും അതുപോലെ തന്നെ പൊതുജനങ്ങളിൽ നിന്നും ഒക്കെ ഉപയോഗിക്കപ്പെടുന്നത് വികസനമാണ്. എന്നാൽ ആ വികസനത്തിനപ്പുറത്ത് വികസനം എല്ലായ്പ്പോഴും പുരോഗതി അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച എല്ലായ്പ്പോഴും പുരോഗതി തന്നെ സൃഷ്ടിക്കണം എന്നില്ല എന്നുള്ളത് നമ്മുടെ അനുഭവ പാഠമാണ്. ഇന്ന് ലോകത്തിന്റെ മുന്നിലുള്ള ഒരു വലിയ അനുഭവ പാഠമാണത്. ആ നിലയിൽ എന്നാൽ മനുഷ്യർ എന്നുള്ള നിലയിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഉൽപാദന പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ ഉപഭോഗത്തിലും ഏർപ്പെട്ടുകൊണ്ടും പുതിയ ഒരു സംസ്കാരം സൃഷ്ടിച്ചുകൊണ്ടും മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഇതൊന്നും ജീവികളെ സംബന്ധിച്ചിടത്തോളം ബാധകമായിട്ടുള്ള ഒരു കാര്യമല്ല. ഉൽപാദന പ്രവർത്തനങ്ങളിൽ ഇടപെടുക, ഭാഷയടക്കമുള്ള സാഹിത്യമടക്കമുള്ള സംസ്കാരം രൂപപ്പെടുത്തുക, അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കുക, ഈ അജണ്ടകളൊന്നും മറ്റു ജീവികളെ ഒന്നും, കാരണം അത് ബോധപൂർവം പ്രകൃതിയിൽ ആ നിലയിൽ ഇടപെട്ട് മാറ്റി തീർക്കുന്ന ജീവികളല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെയുള്ള ഒരു ജീവിയാണ്. അപ്പോൾ അത് ആസൂത്രിതമായും സമഗ്രമായും ശാസ്ത്രീയമായും എങ്ങനെ ചെയ്യണം എന്നുള്ള ചില നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായിട്ടും അത് അത്രയൊന്നും സമഗ്രമായിരിക്കണമെന്നില്ല, അത് അത്രയൊന്നും ശാസ്ത്രീയമായിരിക്കണമെന്നില്ല. പക്ഷേ അങ്ങനെയാണ്, ആ ദിശയിലാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ചില അടിസ്ഥാന സമീപനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിന് അനുയോജ്യമായ ചില പദ്ധതികൾ നിർദ്ദേശിച്ചുകൊണ്ടാണ് ഈ മാനിഫെസ്റ്റോ മുന്നോട്ട് പോകുന്നത്. ഇപ്പോ ഇവിടെ സവിശേഷ മേഖലകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനിഫെസ്റ്റോകൾ ഉണ്ടെങ്കിലും ഈ മാനിഫെസ്റ്റോ ഏതാണ്ട് 24 മേഖലകളായി തിരിച്ചിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടു ഇരിക്കുന്നത്. കാർഷിക മേഖല, ആരോഗ്യ മേഖല, സ്ത്രീ അവകാശങ്ങൾ, കുട്ടികളുടെ അവകാശം, ട്രാൻസ്ജെൻഡർ അവകാശങ്ങൾ, ഭിന്നശേഷിക്കാർ, മുതിർന്ന പൗരന്മാർ, കിടപ്പ് രോഗികൾ, ഒറ്റപ്പെട്ടവർ, മാനസികാരോഗ്യ പ്രശ്നമുള്ളവർ എന്നിവരുടെ ക്ഷേമം, ഗതാഗതം, വിദ്യാഭ്യാസം, നിർമ്മാണ മേഖല, ജലം, വൈദ്യുതി മേഖല, മദ്യനയം, സാമൂഹ്യക്ഷേമ മേഖല, തൊഴിൽ, ആഭ്യന്തരം, ആദിവാസി ദളിത് മേഖല, തീര മേഖല, മത്സ്യത്തൊഴിലാളി മേഖല, പശ്ചിമഘട്ട മേഖല, സഹകരണ മേഖല, പൊതുഭരണം, തദ്ദേശ ഭരണം, ഭക്ഷ്യവകുപ്പ്, പരിസ്ഥിതി, സംസ്കാരം, മാധ്യമം, ഇതിനെല്ലാം ഉപരി ഒരു ഗവൺമെന്റ് ഈ പദ്ധതികൾ, നിർദ്ദേശിക്കപ്പെട്ട പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ അതിനാവശ്യമായ വരുമാനം സർക്കാരിന് ഉണ്ടാകേണ്ടതും ആവശ്യമാണ്. അപ്പോൾ ആ നിലയിൽ പുതിയ വരുമാന വർധനവിനുള്ള സാഹചര്യം എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രാഥമികമായി അന്വേഷിക്കുന്ന ഒരു മാനിഫെസ്റ്റോ ആണ് ഇത് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് ഇന്ന് ആഗോളമായി തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മൂലധന കേന്ദ്രീകൃതമായ
വളർച്ചയിലും വികസനത്തിലും ഊന്നിയ പദ്ധതികളിൽ നിന്നും വ്യത്യസ്തമാണ്. എന്നാൽ ഇത് പൂർണ്ണമായും സാമ്പത്തിക വളർച്ചക്കോ വികസനത്തിനോ എതിരുമല്ല. കാരണം നിലനിൽക്കുന്ന സാഹചര്യം നമുക്കറിയാം, നിലനിൽക്കുന്ന ഒരു ആഗോള സാഹചര്യം നമുക്കറിയാം, ഇന്ത്യൻ സാഹചര്യം അറിയാം, കേരളീയ സാഹചര്യം അറിയാം. ഇത് പാടെ അട്ടിമറിച്ചുകൊണ്ട് എന്തെങ്കിലും പുതുതായി നിർദ്ദേശിക്കാനോ നടപ്പിലാക്കാനോ ഉള്ള നമ്മുടെ ശേഷിയില്ലായ്മയെക്കുറിച്ചും നമുക്കറിയാം. അപ്പോ ആ ശേഷിയില്ലായ്മയിൽ കൂടി ഊന്നിക്കൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യമാകുന്ന, ഇന്ന് ഭരിക്കുന്ന, നമ്മളല്ല ഭരിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയാം. നമ്മുടെ മാനിഫെസ്റ്റോ മുന്നോട്ട് വെക്കുമ്പോഴും നമ്മളല്ല ഭരിക്കാൻ പോകുന്നത്, മറ്റു ചിലരാണ് ഭരിക്കാൻ പോകുന്നത്. അവർക്ക് കൂടി താല്പര്യമുണ്ടെങ്കിൽ നടപ്പിലാക്കാവുന്നതും ജനങ്ങളെ സേവിക്കുന്നതും ആയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇതിൽ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സർക്കാരുകൾക്ക് വലിയൊരു രൂപപരിണാമം സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. കാരണം നേരത്തെ അത് ഒരു റെഗുലേറ്ററുടെ ഒരു ദൗത്യമാണ് നിർവഹിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അതൊരു ഫെസിലിറ്റേറ്ററുടെ ദൗത്യമാണ്. ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിലും മൂലധനത്തിന്റെ ഫെസിലിറ്റേറ്റർ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ്. അതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ്. ബിസിനസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല സൗകര്യം ഒരുക്കി കൊടുക്കുക. അപ്പൊ അതിനിടയിൽ, ഈ ബിസിനസ്സിനിടയിൽ ഞെരിഞ്ഞമരുന്ന മറ്റൊന്നിനെയും പരിഗണിക്കേണ്ടതില്ല. ക്വാറികൾ ദൂരപരിധി കുറക്കുന്നു. ഈ ഗവൺമെന്റും ഇതിനു മുമ്പേ ഭരിച്ച ഗവൺമെന്റും അതിന്റെ മാനിഫെസ്റ്റോയിൽ, രണ്ട് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചതാണ് ക്വാറികൾ പൊതു മേഖലയിൽ കൊണ്ടുവരും എന്നുള്ളത്. പക്ഷെ സംഭവിച്ചത് എന്താണ്? 200 മീറ്ററുള്ള ദൂരപരിധി 50 മീറ്ററായി ചുരുക്കി എവിടെയും ഖനനം ചെയ്യാം എന്നുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇതിൽ നിന്ന് മാറിയിട്ട് അപ്പൊ വരുന്നൊരു ചോദ്യം, നമുക്ക് ബിൽഡിങ്ങുകൾ വേണ്ടേ, നമുക്ക് റോഡുകൾ വേണ്ടേ, നമുക്ക് മറ്റ് സംവിധാനങ്ങൾ വേണ്ടേ, ഇതിനൊക്കെ ക്വാറി മെറ്റീരിയലുകൾ വേണ്ടേ, മണ്ണ് വേണ്ടേ, ചെങ്കല്ല് വേണ്ടേ എന്നുള്ള ചോദ്യമാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്നത്. അപ്പൊ നമ്മളും വിചാരിക്കും, ഓ ശരിയാ, പക്ഷെ അങ്ങനെയാണോ വേണ്ടത്? നിർമ്മാണ മേഖല, ഈ മാനിഫെസ്റ്റോ ഊന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിർമ്മാണ മേഖലയിലുള്ള പരിഷ്കരണങ്ങൾ, ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ, അതേപോലെ തന്നെ വൻകിട നിർമ്മിതികളിൽ ഊന്നിയിട്ടുള്ളതിനു പകരം, ഇപ്പൊ നമുക്കറിയാം കേരളത്തിലെ ആവറേജ് വീടുകൾ 2000 സ്ക്വയർ ഫീറ്റ് ആണ്. ഏറ്റവും ഒരു മധ്യവർഗത്തിൽപ്പെട്ട കേരളത്തിലെ ഏതാണ്ട് 1,20,000-ഓളം ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിൽ അതിലൊരു 50 ലക്ഷം ബിൽഡിങ്ങുകളും ഏതാണ്ട് 1500-2000 സ്ക്വയർ ഫീറ്റ് ഉള്ളതാണ്. വീട്ടിൽ 2 ആളോ 3 ആളോ ഉള്ള ഒരു സ്ഥലത്ത് ഈ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ, അതുപോലെ എവിടെയും കൺസ്ട്രക്ഷൻ ആവാമെന്നുള്ള ഒരു നിലയാണ്. നമുക്ക് ഒരു നിർമ്മാണ മേഖല എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമില്ല. നിങ്ങൾക്ക് വയലിലും വേണമെങ്കിൽ നികത്തി വീടെടുക്കാം. ഇപ്പൊ പോലും അത് സാധ്യമാണ്. നെൽവയർ നീർത്തട സംരക്ഷണ നിയമം അട്ടിമറിച്ചുകൊണ്ട് വൻതോതിൽ വയലുകൾ നികത്തുന്ന കാഴ്ച നമ്മൾ ഇപ്പോഴും കാണും. അതുകൊണ്ട് നമ്മുടെ നിർമ്മാണ മേഖലയിൽ നമുക്ക് വളരെ വ്യത്യസ്തമായ ചില ഉദാഹരണങ്ങൾ ഉണ്ടായിരുന്നു. 1970-കളിൽ കേരളത്തിന്റെ നിർമ്മാണ മേഖലയിൽ അച്യുതമേനോൻ ഗവൺമെന്റിന്റെ കാലത്തുണ്ടായിട്ടുള്ള, നമുക്കറിയാം പോസ്റ്റ് കോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ചെറിയ രൂപങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ലാറി ബേക്കറിനെ പോലെയുള്ള ആളുകൾ മുന്നോട്ട് വെച്ച അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഇഷ്ടികയാണത്, ഇഷ്ടികക്ക് മണ്ണെടുക്കാൻ സ്ഥലമുണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ടാവും. പക്ഷേ ഒരുപാട് നിർമ്മാണ വസ്തുക്കൾ ഒഴിവാക്കുന്ന ഒരു നിർമ്മാണമാണ് അത്. സ്റ്റീലിന്റെ ഉപയോഗം കുറക്കുന്നു. അത് ഈ പറയുന്ന പ്രകൃതി അനുസരണമായിട്ടുള്ള ഊർജ ഇപ്പോ കാറ്റ് കടന്നു വരുന്ന തരത്തിൽ, വെളിച്ചം കടന്നു വരുന്ന തരത്തിൽ ഇന്നുള്ള നമ്മുടെ നിർമ്മാണ മേഖല മുഴുവൻ കാറ്റിനെയും വെളിച്ചത്തെയും കൊട്ടി അടച്ചുകൊണ്ട് പൂർണ്ണമായും പകലും പ്രവർത്തിക്കണമെങ്കിൽ AC-യും ലൈറ്റുകളും വേണ്ടുന്ന തരത്തിലുള്ളതാണ്. അപ്പോ ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഊന്നൽ നിർമ്മാണ മേഖലയിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാന മേഖല കാർഷിക മേഖലയിലുള്ള നിർദ്ദേശങ്ങളാണ്. ഈ കാർഷിക മേഖലയിൽ യഥാർത്ഥത്തിൽ കൃഷി എന്ന് പറയുന്നത്, കൃഷി അധിഷ്ഠിതമായ ആധുനീകരിച്ച വ്യവസായങ്ങൾ, കൃഷിയിൽ നിന്ന് കേരളത്തിന് സാധ്യതയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ അതിന്റെ സാധ്യതകൾ ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ ഫ്രൂട്ട്സ് കൃഷി, ഇപ്പൊ ഉദാഹരണത്തിന് എറണാകുളം മേഖലയിലുള്ള മുണ്ടച്ചക്ക, നമ്മൾ പൈനാപ്പിൾ എന്ന് പറയുന്നത്, പലപ്പോഴും ഉൽപാദനം വലിയ തോതിലാവുന്ന ഘട്ടങ്ങളിൽ അത് നശിപ്പിച്ചു കളയുന്ന സ്ഥിതിയാണ് ഉണ്ടാവുന്നത്. എന്നാൽ ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളം പൂർണ്ണമായിട്ടും മദ്യം പുറത്തു നിന്ന് കൊണ്ടുവരുന്ന ഒരു സംസ്ഥാനമാണ്. മദ്യോൽപാദനം പൂർണ്ണമായി, നമ്മൾ ഇപ്പോ ഇതിലെ വിവാദപരമായേക്കാവുന്ന ഒന്ന് മദ്യ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. കാരണം മദ്യ നിർമ്മാർജ്ജനം എന്നുള്ള ഒരു ലക്ഷ്യത്തിനു പകരം
കേരളത്തിൽ ആവശ്യമായി കിട്ടുന്ന ഏത് സാധനമാണ് കേരളത്തിൽ ഇല്ലാത്തത്? മദ്യോൽപാദനത്തിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ വെറുതെ കളയുന്ന ചക്ക ചീഞ്ഞടിഞ്ഞു പോവുകയാണ്, മാങ്ങ ചീഞ്ഞടിഞ്ഞു പോവുകയാണ്. കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന നമുക്ക് ഉൽപ്പാദിപ്പിക്കാവുന്ന പല പഴവർഗ്ഗങ്ങളും അധിക ഉൽപാദനം കൊണ്ട് നമ്മൾ നശിപ്പിച്ചു കളയുകയാണ്. ഒരുപാട് കിഴങ്ങു വർഗ്ഗങ്ങൾ, കേരളത്തിന്റെ മണ്ണ് വളരെ കൂടുതൽ കിഴങ്ങ് കൃഷി, നമ്മുടെ ഭക്ഷണം തന്നെ അങ്ങനെയായിരുന്നു ഒരു കാലത്ത്. ഈ ധാന്യഭക്ഷണത്തിനുപരിയായി വലിയ തോതിൽ കിഴങ്ങുകളെ ആശ്രയിച്ചതായിരുന്നു. പക്ഷെ നമ്മൾക്ക് കിഴങ്ങ് കൃഷി എന്ന് പറയുന്നത് ഇല്ലേ ഇല്ല. അങ്ങനെ ഇവയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മൂല്യവർദ്ധിതമായ ഉൽപാദന മേഖലക്കുള്ള സാധ്യതകൾ കേരളത്തിന് ധാരാളമുണ്ടെങ്കിലും അതൊന്നും തന്നെ ഉപയോഗപ്പെടുത്താൻ കേരളത്തിന് കഴിയുന്നില്ല. ആ മേഖലയിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്താനാവും? ഇതൊക്കെ ഉൽപാദനത്തിന് വേണ്ടി തന്നെയുള്ളതാണ്, തൊഴിലിന് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ ഇത് വികസന വിരോധമൊന്നുമല്ല, ഇത് വികസനത്തിന് വേണ്ടിയുള്ളതാണ്. നമ്മുടെ തനതായ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന് വികസിക്കാവുന്ന മേഖലകൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ. മറ്റൊന്ന് ആരോഗ്യ മേഖലയിലുള്ള പ്രശ്നമാണ്. ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ആരോഗ്യ മേഖലയിലെ പ്രശ്നമാണ്. നമുക്കറിയാം 70% ജനങ്ങൾ ഇപ്പോഴും ആരോഗ്യ സേവനങ്ങൾക്കായി സ്വകാര്യ മേഖലയെ ആശ്രയിക്കുന്നു. മറ്റൊരു ഭാഗത്ത് വലിയ തോതിലുള്ള കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകൾ വളർന്നു വരുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു വിവാദം നമുക്കറിയാം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും എൻ്റെ അടുത്ത് 3 ലക്ഷം കോടി രൂപയുടെ വ്യവസായ വാഗ്ദാനമായിട്ട് ഒരാൾ വന്നു എന്ന് പറയുന്ന അതേ ആളുകൾ കുറച്ചു കാലം മുമ്പേ ഗവൺമെന്റ് ആശുപത്രിയെ കുറിച്ച് കുറ്റപ്പെടുത്തിയപ്പോ കേരളത്തെ ആരോഗ്യ മേഖല മുഴുവൻ സ്വകാര്യ കുത്തകകൾ കൈയടക്കുന്നു. അമേരിക്കയിലെ KKR-ഉം മറ്റേ ബ്ലാക്ക് സ്റ്റോണും ഇവരൊക്കെ ഇവിടെ വന്ന് പിടിച്ചെടുക്കുന്നു. ഒരു ഭാഗത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ഒരു ഭാഗത്ത് വിദേശ മൂലധനത്തെ ആകർഷിക്കാനുള്ള നിരന്തരമായ പരിശ്രമം, മറ്റേ ഭാഗത്ത് ഇവർ വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അത് ഒരു വെറും കരച്ചിലാണ് എന്ന് നമുക്കറിയാം. പക്ഷെ അത് നമ്മളെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആരോഗ്യ മേഖലയിൽ ഒരു നിയന്ത്രണവും പഴയ പൈ കമ്മിറ്റി ഡോക്ടർ ജഗദീഷ് ഒക്കെ ഇരിക്കുന്നുണ്ട് തൊട്ടിട്ട് കേരളത്തിൽ ആരോഗ്യ മേഖല മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നിരവധി റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഇപ്പോ നമുക്കറിയാം, സ്വകാര്യ ഡോക്ടർമാർ, സ്വകാര്യ ക്ലിനിക്കുകൾ, സ്വകാര്യ ആശുപത്രികൾ, ഇവിടെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് ഈ ഗവൺമെന്റ് 2018 കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതിനെ പൂർണ്ണമായി നടപ്പിലാക്കുന്നതിന് തയ്യാറായിട്ടില്ല. ഒരാശുപത്രിയിലെങ്കിലും നിങ്ങൾക്ക് ആശുപത്രിയിലെ സേവനത്തിനുള്ള ചാർജ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. അപ്പൊ ഇത് പ്രധാനമായിട്ട് വെക്കുന്നത് പറഞ്ഞാൽ സാമൂഹ്യ നിയന്ത്രണം. സ്വകാര്യ മേഖലയാവാം, ഇപ്പോ പൂർണ്ണമായിട്ടും ഗവൺമെന്റ് മേഖലയിൽ ആരോഗ്യ കാര്യങ്ങൾ നിർവഹിക്കാനാവണമെന്നില്ല ഇന്നത്തെ കേരളത്തിന്റെ സാഹചര്യത്തിൽ. പക്ഷേ അതൊരു കൊള്ളയടിക്കാനുള്ള, ലക്ഷങ്ങൾ കൊള്ളയടിക്കാനുള്ള ഒരു മേഖലയാക്കി അതിനെ മാറ്റാൻ പാടില്ല. ഒരു നിയന്ത്രണവുമില്ല. ഞങ്ങൾ ഇതിൽ ആവശ്യപ്പെടുന്നത് അത്തരത്തിലുള്ള കൃത്യമായ, നിങ്ങൾക്ക് ഗ്രാമപ്രദേശത്ത്, ടൗൺ പ്രദേശത്ത്, മുനിസിപ്പൽ സിറ്റികളിൽ, കോർപ്പറേഷൻ സിറ്റികളിൽ ഇത്ര ബെഡിന് മുകളിലുള്ള ആശുപത്രികളിൽ ഇന്ന സേവനങ്ങൾക്ക് പരമാവധി ഈടാക്കാവുന്ന തുക എത്ര എന്നൊക്കെയുള്ള തരത്തിൽ അതിലൊരു നിയന്ത്രണം കൊണ്ടുവരണം എന്നുള്ളത് ആരോഗ്യ മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. ഞാൻ എല്ലാ നിർദ്ദേശങ്ങളും ഒന്നും വായിച്ചു പോകുന്നില്ല. അതേപോലെ തന്നെ OP ചികിത്സയുടെ കാര്യത്തിൽ ഇപ്പൊ നമുക്കറിയാം, ആശുപത്രിയിൽ പലപ്പോഴും ആളുകൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകേണ്ടി വരുന്നത്, ഒരാളെ ഡോക്ടറെ കൂട്ടി പോകണമെങ്കിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പണിക്ക് പോകേണ്ട സമയമാണ്. ആ സമയത്ത് രാവിലെ 8 മണിക്ക് OP തുടങ്ങുന്നൊക്കെ ബോർഡിലുണ്ടാവുമെങ്കിലും ഏത് ആശുപത്രിയിൽ പോയാലും നമുക്കത് കിട്ടില്ല. ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ പോയാൽ കിട്ടില്ല. അപ്പൊ ആളുകൾ വൈകുന്നേരം 6 മണിക്കോ അല്ലെങ്കിൽ രാവിലെ 8 മണിക്കോ മുമ്പായിട്ട് ഡോക്ടറെ കാണാൻ പറ്റും. അതിന് പകരം എല്ലാ ആശുപത്രികളിലും, മെഡിക്കൽ കോളേജുകൾ വരെയുള്ള എല്ലാ ആശുപത്രികളിലും രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയെങ്കിലും OP സംവിധാനം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് സർക്കാർ ആലോചിക്കണം എന്നുള്ള. ഇപ്പൊ എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിറ്റി മെഡിക്കൽ സെന്ററുകളിൽ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. അതും താൽക്കാലിക ഡോക്ടർമാരെയൊക്കെ വെച്ചിട്ടാണ് ഇത് നടത്തുന്നത്. പക്ഷെ അത് എല്ലാ ആശുപത്രികളും, താലൂക്ക് ആശുപത്രികളിലേക്കും അതുപോലെയുള്ള മേഖലകളിലേക്കും ഒക്കെ വരണം. പിന്നെ പ്രധാനമായിട്ടും കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ പുതിയതായിട്ട് വെക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെതാണ്. ഇപ്പൊ പലപ്പോഴും അത് രക്ഷിതാക്കളുടെ ഒരു ബാധ്യതയായിട്ട് മാറുകയാണ്. കാരണം ഇപ്പോ സ്ത്രീകളൊക്കെ തൊഴിലിന് പോകാത്തതിനുള്ള ഒരു പ്രധാന കാരണം, 2 പ്രസവം നടക്കണമെങ്കിൽ 10 കൊല്ലം തൊഴിലെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ആ
നിലയിൽ സ്ത്രീകളെ വല്ലാതെ കുടുംബത്തിലേക്ക് പരിമിതപ്പെടുത്തുന്ന ഒന്നാണ് കുട്ടികളുടെ സംരക്ഷണം എന്നുള്ളത്. അതിന് സാമൂഹ്യമായിട്ടുള്ള ചില സംവിധാനങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു. പല സ്ഥലത്തും തൊഴിലിടങ്ങളിലേക്ക് കൂടി സഞ്ചരിക്കുന്ന കൃഷികളടക്കം പല സ്ഥലങ്ങളിലുമുണ്ട്. കേരളം പോലെയുള്ള പ്രദേശങ്ങളിൽ അതൊക്കെ ആവിഷ്കരിക്കാൻ ഈ ജനകീയ ആസൂത്രണവും പഞ്ചായത്ത് രാജും ഒക്കെയുള്ള ഒരു സംവിധാനത്തിൽ നമുക്ക് പറ്റുന്നതാണ്. അതുപോലെ ട്രാൻസ്ജെൻഡർ അവകാശങ്ങളെ കുറിച്ചിട്ട്, പിന്നെ പ്രധാനമായിട്ടും നേരത്തെ സച്ചിമാഷ് സൂചിപ്പിച്ചതുപോലെ ഭിന്നശേഷിക്കാർ, മുതിർന്ന പൗരന്മാർ, കിടപ്പ് രോഗികൾ, ഒറ്റപ്പെട്ടവർ, മാനസികാരോഗ്യ പ്രശ്നമുള്ളവർ എന്നിവരുടെ ക്ഷേമം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇപ്പോൾ ഞാൻ എൻഡോസൾഫാൻ മേഖലയിൽ ഉള്ള സമരങ്ങളുമായി ബന്ധപ്പെട്ട ഒരാളാണ്. ഒരമ്മക്ക് ഒരു വീട്ടിൽ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ അമ്മക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല. ഒരു ഉത്സവത്തിന് പോകാൻ പറ്റില്ല, ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല, ഒന്നിനും പോകാൻ പറ്റില്ല. ആ കുട്ടികളെ സംരക്ഷിക്കാനുള്ള പൂർണ്ണ ബാധ്യത സ്ത്രീകളുടെ മേലെ, കുടുംബത്തിലുള്ള സ്ത്രീകളുടെ മേലെ ആവും. അങ്ങനെ ഭിന്നശേഷിക്കാരൊക്കെ ആയിട്ടുള്ള വൃദ്ധരായിട്ടുള്ള വീടുകളിലുള്ള അവർക്ക് കെയർ ടേക്കർമാരെ, അതിനുള്ള ഒരു സംവിധാനം നമ്മൾ കേരളത്തിലുള്ള ആരോഗ്യ രംഗത്ത്, സാമൂഹ്യ രംഗത്ത് വളർത്തി എടുക്കേണ്ടതുണ്ട്. അവരെ ഭിന്നശേഷിക്കാർക്ക് പുറത്തു പോകാൻ പറ്റില്ല, ഒരു കാഴ്ച കാണാൻ പറ്റില്ല, ഒരു ഉത്സവം കാണാൻ പറ്റില്ല. അപ്പൊ അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഞാൻ പെട്ടെന്ന് പ്രധാനപ്പെട്ട മേഖലകളിലൂടെ മാത്രമേ കടന്നു പോകുന്നുള്ളൂ. അതുപോലെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുകയുണ്ടായി. മദ്യനയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇതിൽ ചിലപ്പോൾ വിവാദപരമാവുന്ന അതിന്റെ അടിസ്ഥാന സമീപനം മദ്യവിരുദ്ധതയല്ല, ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഡ്രിങ്കിങ് സംസ്കാരം കേരളത്തിൽ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. കുടിയന്മാരെന്ന് പറഞ്ഞാൽ എന്തോ മഹാപാതകികളാണ് എന്നുള്ള മട്ടിലും അവർക്ക് ഉചിതമായ ഒരു സാഹചര്യവും അതിനില്ല എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ മദ്യനയത്തിൽ ഏറ്റവും പ്രധാനം മദ്യം കേരളത്തിൽ നിന്ന് തന്നെ, കേരളത്തിലെ കാർഷിക അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ഇതുണ്ടാക്കണം. അതുപോലെ തന്നെ ഈ ബാറുകളുടെയൊക്കെ പ്രവർത്തന സമയം യഥേഷ്ടം കൂട്ടിക്കൊടുക്കുകയാണ്. അതിന് പകരം അതിൽ നിയന്ത്രണം വേണം. മറ്റൊന്ന്, മദ്യം കൊടുക്കുന്നതിന് ചില റേഷനിങ്, എപ്പോഴും ആർക്കും എത്രയും മേടിക്കാമെന്നുള്ള ഒരു മാസത്തിൽ ഒരാൾക്ക് എത്ര മദ്യം, അതിനുള്ള കാർഡുകൾ, അതുപോലെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ട് അതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നുള്ള നിലയിലാണ് ഇത് ആദിവാസി ദളിത് മേഖലയിലെ ഇത് സമഗ്രമായി ഇവിടെ അവതരിപ്പിക്കപ്പെടും. അതുപോലെ തന്നെ തീരമേഖലയും മത്സ്യത്തൊഴിലാളി മേഖലയും, അത് വളരെ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും പൊതുസമൂഹം അവഗണിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ഈ തീരമേഖല. കാരണം അത് അവിടുത്തെ പള്ളിയും അവിടുത്തെ പാട്ടക്കാരും ഒക്കെ നോക്കിക്കോളും എന്നുള്ള നിലയിലാണ് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ ശ്രദ്ധയിലേ വന്നിട്ടില്ല. കടൽ എന്ന് പറയുന്ന ആവാസ വ്യവസ്ഥ, ഇപ്പൊ നമ്മുടെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ പലപ്പോഴും കേന്ദ്രീകരിക്കപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ അത് തുടങ്ങിയ കാലം തൊട്ട് കാടിനെ കുറിച്ച് നമുക്ക് വലിയ കവിതകളും ഇതൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് അത് തെറ്റാണ് എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പശ്ചിമഘട്ടം പോലെ തന്നെ വളരെ പ്രധാനമാണ് അറബിക്കടൽ. കാരണം കേരളത്തിന്റെ നിലനിൽപ്പ് ആ കടലിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ എത്രമാത്രം ശ്രദ്ധിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെ, അത്തരം പദ്ധതികൾ കൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങളെ, അവിടുത്തെ ജൈവനാശത്തെക്കുറിച്ച്, കടൽ മലിനീകരണത്തെക്കുറിച്ച്, കടലിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾ കേരളത്തിന്റെ മേഖലയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച്, ഇതൊക്കെ വളരെ ഗൗരവപൂർവ്വം നമ്മൾ പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട 4 ലക്ഷം ഉറുപ്പിയാണ് ഇപ്പോഴും ഒരു മത്സ്യത്തൊഴിലാളി തീരപ്രദേശത്ത് നിന്ന് കടലാക്രമണം മൂലം, പ്രകൃതി ദുരന്തമാണ് കടലാക്രമണം എന്ന് പറയുന്നത്. എന്നാൽ ആ തൊഴിലാളി അയാളുടെ വീടും സ്ഥലവും സർക്കാരിന് ഉപേക്ഷിച്ചു കൊടുത്താൽ അയാൾക്ക് വീട് വെക്കാൻ കൊടുക്കുക 4 ലക്ഷം ഉറുപ്പിയാണ്. നമുക്കറിയാം, നമ്മുടെ ഓരോ സ്ഥലത്തും ഒരു ബസ് ഷെൽട്ടർ കിട്ടിയ സ്ഥലത്ത് നിങ്ങൾ 18 ലക്ഷം എന്ന് കാണാം. മഴ വന്നാൽ കയറി നിൽക്കാനുള്ള ബസ് ഷെൽട്ടർ. പക്ഷെ വീടുകൾ 4 ലക്ഷം കൊണ്ട് കേരളത്തിൽ പറ്റുമോ? സർക്കാർ തന്നെ കൊടുക്കുന്ന ഫ്ലാറ്റുകൾക്ക് സ്ഥലം ഒഴിച്ചുള്ള ചെലവ് 20 ലക്ഷമാണ്. ആ 20 ലക്ഷമെങ്കിലും ഭൂമി മേടിച്ചിട്ട് വീട് വെക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അവകാശമില്ലേ? അത്തരം കാര്യങ്ങൾ നമ്മൾ ഗൗരവപൂർവ്വം നോക്കണം. മറ്റൊന്ന് സഹകരണ മേഖലയെ കുറിച്ചാണ്. കേരളം അതിന്റെ മൂലധന നിക്ഷേപത്തിൽ ഇപ്പോഴും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താത്ത ഒരു മേഖലയാണ് സഹകരണ മേഖല. ഒരുപാട് സാധ്യതകൾ, മൂലധന സമാഹരണത്തിനുള്ള ഒരുപാട് സാധ്യതകളും ചെറുകിട വ്യവസായത്തിനുള്ള ഒരുപാട് സാധ്യതകളും സഹകരണ മേഖലയിലുണ്ട്. ആ കാര്യങ്ങൾ വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട്. പരിസ്ഥിതിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെടും. അതുപോലെ തന്നെ സംസ്കാരം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. കേരളത്തിൽ
അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം വേണം എന്ന് പറഞ്ഞിട്ട് കരട് ബില്ല് തയ്യാറായി എന്ന് പറഞ്ഞിട്ട് അത് നടപ്പിലാക്കപ്പെടാത്ത ഒരു സ്ഥലമാണ് കേരളം. 10 വർഷമായി ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുന്നതാണ്. തൊട്ടടുത്ത കർണാടകത്തിലും മഹാരാഷ്ട്രയിലുമൊക്കെ പേരിനെങ്കിലും ആ നിയമമുണ്ട്. ആ നിയമം പോലും, കാരണം അതേസമയം നമ്മൾ എന്താ കാണുന്നത്, വല്ലാതെ തോതിലുള്ള അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും വ്യാപനം ആളുകളെ കൊലക്ക് കൊടുക്കുന്ന തരത്തിൽ എത്രയോ കൊലപാതകങ്ങൾ ഇതിന്റെ പേരിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പക്ഷേ അതിനെതിരായിട്ട് ഒന്നൊരു വിരലനക്കാൻ പോലും കേരളത്തിന് ഇപ്പോഴും പറ്റുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളുണ്ട്. സാംസ്കാരിക മേഖലയിൽ ആ വിഷയങ്ങൾ, അതുപോലെ തന്നെ മത സാമുദായിക സൗഹാർദ്ദം തകർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ വലിയ തോതിൽ ആ വിഭാഗങ്ങളെ ഐക്യപ്പെടുത്തുന്ന തരത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾക്കൊക്കെ വഹിക്കാൻ പറ്റുന്ന പങ്കുകളെ കുറിച്ചിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ പോലുള്ള മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന വലിയ തോതിലുള്ള വിപത്തുകൾ, അതുപോലെ നമ്മുടെ സീരിയലുകൾ, കേരളത്തിന്റെ ഏറ്റവും വലിയ സാംസ്കാരിക മലിനീകരണം എന്ന് പറയുന്നത് ഈ സീരിയലുകളാണ്. ഇതിന് മേലെ യാതൊരു തരത്തിലുള്ള ചർച്ചയോ നിയന്ത്രണങ്ങളോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഈ മേഖലകൾ, അതുപോലെ കലാകാരന്മാരുടെ ആവിഷ്കാരത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുടെ കാര്യത്തിൽ, അതൊക്കെ അവരവരുടെ കാര്യമാണ് എന്നുള്ളത്. ഒരു നാടകം നല്ല നിലയിൽ റിഹേഴ്സൽ ചെയ്യണമെങ്കിൽ നമുക്കൊരു സ്ഥലം ഇല്ലാത്ത അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ ഒരാൾക്ക് ഇരുന്ന് വരക്കണമെങ്കിൽ നമുക്കൊരു സ്ഥലം. അത്തരം കാര്യങ്ങൾ മുഴുവൻ ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല സമയത്തിന്റെ പരിമിതി കൊണ്ട്. ഇനി വരുമാന നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ ഇത് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു യൂണിവേഴ്സൽ പെൻഷൻ സ്കീം, 5000 രൂപയെങ്കിലും എല്ലാ സീനിയർ ആയിട്ടുള്ള ആളുകൾക്കും. കാരണം നമുക്കറിയാം ഇന്നത്തെ ഈ പണം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ സീനിയേഴ്സിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഷുറൻസ് സ്കീമുകൾ, അതിനൊക്കെയുള്ള വരുമാനം ഉണ്ടാക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ കേരളത്തിൽ ഇപ്പോഴും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തലത്തിലുണ്ട്. കാരണം ഇപ്പോൾ സർക്കാരാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഏതാണ്ട് 30% ഫണ്ട് കൊടുക്കുന്നത്. ആ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ കൂടുതൽ ഇത് വരുമാന ഇതിലേക്ക് കൊണ്ടുവന്നാൽ ആ കാര്യങ്ങളിലൊക്കെ കൂടുതൽ സർക്കാരിന് ശ്രദ്ധ ചെലുത്താൻ സ്വന്തം നിലയിൽ തന്നെ പറ്റുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള വരുമാന നിർദ്ദേശങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിലയിലുള്ള ഈ ഒരു മാനിഫെസ്റ്റോ നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ കൈമാറിയിട്ടുണ്ട്, നേതാക്കന്മാരെയൊക്കെ കണ്ട് കൈമാറിയിട്ടുണ്ട്. നമുക്കറിയാം ഇതിൽ എത്ര കണ്ട് നടക്കും നടക്കില്ല എന്നുള്ളത്. പക്ഷെ അതല്ല ഇതിലെ മുഖ്യം. ഈ തെരഞ്ഞെടുപ്പിൽ ഈ മാനിഫെസ്റ്റോയിലെ കാര്യങ്ങൾ അവരെ അംഗീകരിക്കുന്നോ അംഗീകരിക്കാതിരിക്കുന്നോ എന്നുള്ളതല്ല, മറിച്ച് ജനങ്ങൾ ഇത് മുന്നോട്ട് വെക്കുകയും നാളെ സർക്കാരിന്റെ ഓരോ വകുപ്പുകളും നടത്തുന്ന പ്രവർത്തനങ്ങളെ അടക്കം നിരീക്ഷിക്കുന്ന ഒരു നിരീക്ഷണ സംവിധാനം രൂപപ്പെടുത്തുന്നതിലേക്ക് അത് നയിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജനാധിപത്യം ശക്തിപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. ആ ഒരു ജനാധിപത്യവൽക്കരണത്തിന്റെ ഒരു പൊതു കാഴ്ചപ്പാടിലാണ്, ദീർഘകാല കാഴ്ചപ്പാടിലാണ് ഈ മാനിഫെസ്റ്റോ തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം.